ഇതുണ്ടോ, തണ്ണിമത്തങ്ങയുടെ തൊലിയാണിത്. തണ്ണിമത്തങ്ങ തിന്നതിന് ശേഷമുള്ള തൊലിയാണ്. അപ്പോൾ നമുക്ക് ഈ തൊലി ഉപയോഗിച്ച് എങ്ങനെ ഈ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ തൊലിയിൽ നമുക്കിങ്ങനെ ചെറുതായിട്ട് നമ്മൾ വാളരിപ്പയറൊക്കെ അരിയൂലേ, അതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാതെ തണ്ണിമത്തങ്ങ തൊലി ഇങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാതെ കഴുകി വാരി വൃത്തിയാക്കി വെച്ചതാണ്. ഉള്ളിയും പച്ചമുളകും കരിയാപ്പിലയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് അതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാതെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേകാൻ ആവശ്യത്തിന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തീ കത്തിക്കാം. ചോറിന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആവിയൊക്കെ വന്നിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കാതെ അടച്ചു വെച്ച് കൊടുക്കാം. തോരൻ എവിടം വരെയായി നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. നല്ല അടിപൊളി തോരനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്വാദ് കൂട്ടാനായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ അടിപൊളിയാ, സൂപ്പറാ.